guys, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈദ് ഷോപ്പിംഗ്. ഷോപ്പ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ R&Bയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് R&Bയിൽ നിന്നാണ്. ഡിസ്പ്ലേയിൽ തന്നെ നല്ല ബ്രൗൺ കളർ പിനാഫോർ ഡ്രസ്സ് അവരിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഏകദേശം 5.5 റിയാലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ തന്നെ നമ്മുടെ 2 ദിവസത്തെ പർച്ചേസിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ ഷോപ്പിൽ കയറിയ വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഷോപ്പിംഗ് നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു ടാസ്ക്കാണ്. ഇവർക്ക് അങ്ങനെ ഇവരെ സൈസിന് ഇവരെ ബോഡിക്ക് ഫിറ്റായ ഡ്രസ്സ് കിട്ടൽ ഇത്തിരി പാടാണ് കേട്ടോ. സൈസ് വളരെ കുറഞ്ഞ പിള്ളേരായതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും ഫസ്റ്റ് കയറാം R&Bയിൽ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഡ്രസ്സ് മാറ്റമില്ല. ഇത്തവണ R&Bയിൽ പുതിയ കളക്ഷൻസ് വളരെ കുറവാട്ടോ. കഴിഞ്ഞ പെരുന്നാളിന് കെടുക്കുന്ന അതേ ഡ്രസ്സാണ് ഈ പെരുന്നാളിലും. ഈ കാണുന്ന ഡ്രസ്സൊക്കെ കഴിഞ്ഞ പെരുന്നാളിൽ നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങാമെന്ന് വിചാരിച്ച് നോട്ടിട്ട് വെച്ച ഡ്രസ്സാണിത്. റേറ്റിലും വ്യത്യാസമില്ല, ഒന്നിലും വ്യത്യാസമില്ല, അതേപോലെ അവിടെ കെടുക്കാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ചെരുപ്പാട്ടോ. അതിന് ഭയങ്കര റേറ്റ് കുറവാണ്. നല്ല സുഖമുണ്ട് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. സെയിം മെറ്റീരിയൽ തന്നെ മോഡൽ മാറിയിട്ടുള്ളൊരു ചെരുപ്പാണിത്. ഇതും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എല്ലാ ഇതിലും സ്യൂട്ടായിട്ടുള്ളൊരു ചെരുപ്പാട്ടോ. നല്ല കളറാണല്ലേ ഇതിൻ്റെ. നിഫാവൽക്കാക്ക് പാൻറ്റ് നോക്കണം. അതിന് വേണ്ടിയിട്ട് മെൻസിൻ്റെ സെക്ഷനിലേക്ക് വന്നതാണ് നമ്മൾ. ാണോ അല്ലെങ്കിൽ ഈ ടീഷർട്ട് എടുത്തൊരു തോന്നുന്നുണ്ടോ? തോക്ക് എത്ര ഉണ്ടോ? എത്ര ഉണ്ട് ഇതുപോലത്തെ പടല്? എത്ര ഉണ്ട്? ഒന്നുമില്ലാന്നാ? 2 എണ്ണം ഉണ്ട് ഇതുപോലത്തെ ബാഗ്. ഇത് മെൻസിന്റെ ട്രാവൽ ബാഗ് ആട്ടാ. കൊള്ളാട്ട, നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്. ഈ ഒരു ലെഗിൻസ് കണ്ടോ, വളരെ അഫോർഡബിൾ പ്രൈസ് ഉള്ളൂ കേട്ടോ. ഇതിന് 1 റിയാൽ സംതിങ് ഉള്ള നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സ് ഉണ്ട്. ഈ സെക്ഷൻ മൊത്തം ഷർട്ട് ടൈപ്പ് ഡ്രസ്സാട്ടോ. ജീൻസിനൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ കുറേ ടൈപ്പ് ഷർട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. സൂപ്പർ, അത് നല്ല രസമുണ്ടല്ലോ. ഇതിൻ്റെ ഇവിടുത്തെ ഡിസൈൻ നല്ല രസമുണ്ട്. ചില കളറുകൾ എത്ര തന്നെ ഉണ്ടെങ്കിലും നമ്മൾ ആ കളർ വീണ്ടും വീണ്ടും എടുക്കുന്ന ഒരു ആളാണ് ഞാൻ. ഈ വൈറ്റൊക്കെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ ബാഗ് നല്ല ഇഷ്ടമായിട്ടാണ്. ഞാനിതിൽ ഈ വീഡിയോയിൽ തന്നെ കുറേ ടൈപ്പ് ബാഗ് കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ മുഴുവൻ കണ്ടാൽ മനസ്സിലാവും. പല വെറൈറ്റി ബാഗ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടില്ല, പിനാഫോറിൻ്റെ ബ്ലാക്ക് ഡ്രസ്സ്. ഇതുപോലത്തെ പിനാഫോർ ഡ്രസ്സുകൾ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ തട്ട് വരുന്ന ഒരു ടൈപ്പിനേക്കാൾ മാക്സി ടൈപ്പായിട്ട് വരുന്ന പിനാഫോറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ബ്ലാക്ക്, വൈറ്റ് ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ്. അപ്പോൾ അതൊക്കെ എത്ര ഉണ്ടെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും ആ കളർ എടുക്കാൻ നോക്കും. വേറെ പിനാഫോറിന് അത് കൊള്ളാട്ടാ, സൂപ്പർ വൈറ്റ് പിനാഫോർ അല്ലേ. ഈ R&Bയിലും മാക്സിലൊക്കെ വന്നാലുണ്ടല്ലോ നല്ല അടിപൊളി ബാഗിൻ്റെ സെക്ഷൻ കാണാം കേട്ടോ. കുറേ ടൈപ്പ് ബാഗുകൾ ഉണ്ടാവും. നമുക്ക് വാങ്ങാൻ തോന്നുന്നുണ്ടോ ബാഗുകൾ കാണുമ്പോൾ? ഞാൻ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എല്ലാ ബാഗും ട്രൈ ചെയ്ത് നോക്കും. ഈ വീഡിയോ മൊത്തം ഒരു ബാഗിൻ്റെ ഒരു മയം കാണാം കേട്ടോ. പെരുന്നാൾ ഡ്രസ്സ് ഷോപ്പിങ്ങിന് വന്നിട്ട് ഇടയ്ക്കിടെ ഞാൻ ബാഗിൽ കാണാൻ എൻ്റെ കണ്ണ് മൊത്തം. മാക്സി ഡ്രസ്സ്, പർദ്ദ ടൈപ്പ് ഡ്രസ്സാണ്. ഞാനൊരു ഇയറിങ്സ് ലവറും കൂടി ആട്ടോ. ഇയറിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കുറേ കളക്ഷൻസും വന്നിട്ടുണ്ട് ഇവിടെ. എനിക്ക് കൂടുതൽ റിങ് ടൈപ്പ് ഇയറിങ്സ് ആണ് കേട്ടോ ഇഷ്ടം. ഇത്രയ്ക്ക് വലിയ റിങ് അല്ല, ഒരു മീഡിയം ടൈപ്പ് റിങ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അതുപോലെ തന്നെ മോതിരം നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ സിൽവർ ടൈപ്പ് ഇയറിങ്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഗോൾഡിൻ്റെ സെയിം മോഡൽ
സിൽവർ ടൈപ്പും ഉണ്ട്. പക്ഷേ സിൽവർ ടൈപ്പ് ഇയറിങ്സിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഒരു ഭംഗി ഉണ്ടാവാറില്ല, അതുകൊണ്ട് ഞാനത് എടുക്കാറില്ല. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മളൊന്നും എടുത്തില്ല കേട്ടോ. ഇത്ര നേരം അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നല്ലാതെ നമ്മളൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ നേരെ അവിടെ തൊട്ടപ്പുറത്താണ് കേട്ടോ നെക്സ്റ്റ്, അവിടേക്ക് വന്നു. മൈലാഞ്ചി നമുക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്, അപ്പോൾ മൈലാഞ്ചി വേണം നമുക്ക്. ഈ ഒരു പിനാഫോർ കണ്ടോ, ബ്ലാക്ക്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇതെന്നെ ഒരുപാട് ആഗ്രഹിപ്പിച്ചൊരു പിനാഫോറാട്ടോ. എടുക്കണോ എടുക്കണ്ടേന്ന് ഞാൻ കുറേ നോക്കി വെച്ച ഒരു ഡ്രസ്സാണിത്. ഇത്തവണയും ഇതാരും എടുത്തിട്ടില്ല, കാരണം ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ്. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇട്ട് നോക്കിയപ്പോൾ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തത് ഇത്തവണ വാങ്ങുന്നത് അത്ര നല്ലല്ലോ, അപ്പോൾ അത് ഞാൻ അവിടെ ഇട്ടു. പിന്നെ കുട്ടികളുടെ നെക്സ്റ്റിൽ കുറേ അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടു കേട്ടോ. അതൊരു വലിയൊരു കാര്യമാണ്. ഇതിനൊക്കെ 2 റിയാൽ 1 റിയാൽ സംതിങ്ങിൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ ഇതുപോലത്തെ സെയിം ഡ്രസ്സാണ് ഫൈഹാക്കിലും വൈറ്റ് കളറ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ വൈറ്റ് ആണ് കേട്ടോ അന്ന് വാങ്ങിയത്. പിന്നെ നമ്മൾ പെരുന്നാളിന് കുളി കഴിഞ്ഞിട്ട് ഒരു മാക്സി ഞാൻ വാങ്ങലുണ്ട് കേട്ടോ. നമുക്ക് കിച്ചണിൽ പണിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുതിയ ഡ്രസ്സ് ഇട്ടാലും അത് ഇടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല മാക്സി ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കലാണ്. ഇത് നോക്കി, ഈ ഒരു ഡ്രസ്സ് നോക്കിയേ, വലിയൊരു ബൗവൊക്കെ ആയിട്ട്. ഇത് കഴിഞ്ഞാലേ ഇന്നെ കാണൂല, ബൗ മാത്രം കാണുള്ളൂ. ഇത് രസമുണ്ട്. ഈ ഉടുപ്പുകളൊക്കെ ഒരു ഓഫറിന് ഇട്ടിരിക്കുന്ന ഉടുപ്പുകളാണ് കേട്ടോ. ഈ ഓഫറിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ഉടുപ്പ് മാത്രം കാണാനൊരു വൃത്തിൻ്റെ, ബാക്കിയുള്ളതൊന്നും എനിക്കിഷ്ടമായില്ല. ഈ ഒരു ബൗവ് ഈ ഒരു ഡ്രസ്സിലേക്ക് ചേരണില്ല. 3 റിയാൽ സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. എനിക്ക് എന്തോ വലിയ ഇഷ്ടമായൊന്നുമില്ല, വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തുന്നുള്ളൂ. നല്ല രസമുണ്ടല്ലോ, ഭംഗിണ്ടല്ലേ? ഞാനതല്ല, അവൾക്ക് ഭാഗമാവും എനിക്കറിയില്ല, പക്ഷെ രണ്ടും ഫൈഹ ബോയ് സെലക്ട് ചെയ്ത ആ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് ഫൈഹാക്ക് അത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ബനിയന് ഒരുപാട് ലൂസായിരുന്നു. ഇത്തവണ വൈറ്റ് എടുക്കൂല എന്ന് ശബ്ദം ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എപ്പോൾ പോയാലും കഴിഞ്ഞ പെരുന്നാളിൽ ഞാൻ ഇവർക്ക് വൈറ്റ് കളർ ഡ്രസ്സ് തന്നെ എടുത്തത്. പക്ഷെ എപ്പോഴും ഞാൻ എൻ്റെ കണ്ണ് മൊത്തം വൈറ്റിലേക്കായിരിക്കും. അവിടെ നിന്നും നമ്മളൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ലുലുവിലുള്ള റിയോയിൽക്കാണ് കേട്ടോ. ക്യൂട്ട് ബാഗ്. എത്ര ഇതിട്ടൊക്കെ പെരുന്നാൾ ഷോപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ പണ്ട് കാലത്ത് ഉമ്മയുടെ കൂടെ പോയിട്ടുള്ള ഷോപ്പിംഗ് ആട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഷോപ്പിംഗ് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊരു വലിയൊരു കൂട്ടുകുടുംബമായിരുന്നു. അവിടെ നിന്ന് ഉമ്മയച്ചുമൊക്കെ കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവും. ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നേരെ അതിനനുസരിച്ച് വള, മാല, കമ്മൽ ഇതൊക്കെ ഇട്ടിട്ട് പെരുന്നാളിൻ്റെ അന്ന് ഒരു ഒരുങ്ങലുണ്ട്. ഇന്നത്തെ കാലത്ത് മൊബൈലിൽ ഫോട്ടോസൊക്കെ എടുക്കണ പോലെ അന്ന് ഫോട്ടോസൊന്നും എടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. ആരും ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ക്യാമറ മൊബൈൽ ഒന്നും ഞങ്ങളെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് പോലത്തെ കുറേ മെമ്മറികൾ അന്നും ഉണ്ടാക്കായിരുന്നു. കാരണം അന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ആക്സസറീസ് ഇല്ലെങ്കിലും കുറച്ച് കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മോതിരം, പിന്നെ നമ്മളെ ഉണ്ടകളുടെ കളക്ഷൻസ്, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ R&Bയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. R&B, മാക്സ് അങ്ങനത്തെ ഷോപ്പിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ ഒടുവിൽ ഇവിടെ വന്നപ്പോൾ ഫൈഹാക്ക് ഡ്രസ്സ് കിട്ടിയിട്ടാണ്. ഈ ഒരു ഡ്രസ്സാണ് ഫൈഹാക്ക് എടുത്തത്. ഇതിൻ്റെ ചെറുതുണ്ടെങ്കിൽ അക്കുലുനും കൂടി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അതിൻ്റെ ചെറുതില്ല. പണ്ടൊക്കെ ഇവർക്ക് ഒരേ ടൈപ്പ് ഡ്രസ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫൈഹാക്ക് കിട്ടുന്നത് ഇവൾക്ക് കിട്ടണില്ല കേട്ടോ. ഫൈഹ ഇപ്പോൾ 9 to 10 ആ ഒരു റേഞ്ചിലുള്ള കളക്ഷനാണല്ലോ. അപ്പോൾ അക്കുലുവിന് 6 to 7 വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ 2 പേർക്കും ഒരുപോലത്തെ കിട്ടലില്ല. അപ്പോൾ ഞങ്ങൾ ലുലുവിൻ്റെ ഉള്ളിൽ, റിയോ അല്ലാണ്ട് ലുലുവിൻ്റെ ഉള്ളിൽ ലുലുവിൻ്റെ തന്നെ വേറെ ഷോപ്പുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് പോയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ട്, ഇപ്പോൾ തന്നെ 12 മണിയായി തുടങ്ങി, ലേറ്റൊക്കെ അണച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ ഷോപ്പിങ്ങൊക്കെ ക്യുക്കാക്കലാണ്. അപ്പോൾ നമ്മൾ ഫൈഹാക്ക് എടുത്തുകൊണ്ട് തന്നെ അക്കുലുവിനും കൂടി എടുത്താൽ നമുക്കൊരു 5 റിയാൽ കൂപ്പൺ, 10 റിയാലിന് എടുത്തു കഴിഞ്ഞാൽ 5 റിയാലിൻ്റെ കൂപ്പൺ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തോ എഴുതിയിട്ടുണ്ടാവില്ല കേട്ടോ. ഇവിടെ ഇട്ടേക്കണ കംപ്ലീറ്റ് ഡ്രസ്സ് നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. പക്ഷെ അക്കുലുവിന് ഒരൊറ്റ
എണ്ണം പാകില്ല. 5 to 6 എടുക്കുമ്പോൾ ഒരുപാട് ചെറുതാവും. പിന്നുള്ള അളവ് 7 to 8 ആണ്. അതാണെങ്കിൽ ഒരുപാട് വലുതാവുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു ടോപ്പ് കണ്ട ഇതെനിക്കിഷ്ടമായി. ഇതിൽക്കൊരു മിഡി പയർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വീഡിയോ വരുന്നതാണ്, എല്ലാവരും കാണാനാണ് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഫൈ ഹരിക്കുന്നത് കേട്ടോ. സ്കൂളിലേക്കുള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ കണ്ടില്ലേ ലുലുവിൻ്റെ ലൈറ്റൊക്കെ കംപ്ലീറ്റ് ആണ് തുടങ്ങി. പിള്ളകൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഞങ്ങൾ കട മൊത്തം അടപ്പിച്ചു. ഇതും പൂട്ടി ഗൈസ്, നിങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട് എനിക്കുള്ള ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല. അക്കുലുവിന് ജസ്റ്റ് ഒരു ടോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മസ്കറ്റ് മാളിൽ വന്നിട്ട് അവിടെ ആകുമ്പോൾ RNB, മാക്സ്, പിന്നെ H&M ഇല്ല, റെഡ് ടാഗ്, അങ്ങനെ കുറേ കടകൾ ഈ ഒരു മാളിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കൊടക്കയിൽ തന്നെ കുറേ ഷോപ്പുകളുണ്ടെങ്കിൽ എന്തായാലും കിട്ടാണ്ടിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ RNB ഉണ്ട്. RNBയിൽ കുറേ ഐറ്റംസൊക്കെ നമ്മൾ വർക്കയിലുള്ള RNBയിലത്തെ ഐറ്റംസിനാണ്, കുറച്ചൊക്കെ വേറെ ഉണ്ട്. പിന്നെ അവിടുത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് മാളായതുകൊണ്ട് തന്നെ അവിടത്തേനെല്ലാം റേറ്റ് കൂടുതലാട്ടോ. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ഫൈഹാക്ക് എടുത്ത ഡ്രസ്സ് ഇട്ടാ, കഴിഞ്ഞ പെരുന്നാളിന് എടുത്തത്. അതോ ഞാൻ പറഞ്ഞില്ലേ വൈറ്റ് എടുക്കരുതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് മിൽക്ക് തന്നെ എൻ്റെ കണ്ണ് മൊത്തം പോകുന്നു. ഇവിടെ എന്തോ കാർണിവൽ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫൈഹാക്ക് മാച്ചാവില്ല, ഇത് പിടിച്ചെങ്ങനെ രസമുണ്ടല്ലേ. ഈ കാണുന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പീച്ചും അല്ല റോസും അല്ല, അങ്ങനത്തെ ഒരു കളർ ഇട്ടാ നല്ല. എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിത് വെച്ച് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. മാത്രമല്ല ഫൈഹാക്ക് കറക്റ്റ് മാച്ചാണ് കേട്ടോ ഈ ഡ്രസ്സ്. കുറച്ച് പ്രൈസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ ഇട്ടിട്ട് വേറെ ഇനി പുള്ളിൽ നമുക്ക് കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞത് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കും എനിക്കിഷ്ടമായിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വൈറ്റ് ഇടയിലുണ്ട് കുറേ. അപ്പോൾ വൈറ്റിൽക്കും ബ്ലാക്കിൽക്കും എൻ്റെ കണ്ടിങ്ങനെ പോവാണ്. അത് നോക്കി നല്ലൊരു ട്രാവൽ ബാഗിലാണ്. ഈ ബാഗ് നോക്കിയേക്കോ, ഈ ബാഗ് നോക്കിയേ, സൂപ്പർ. നോക്കിയേ ഇതിന്റെ വില നോക്ക്, 6.5 റിയാൽ. ഇത് നല്ല രസമുണ്ടല്ലേ, ക്യൂട്ട്. അത് പോരാ, ഇങ്ങനെ കാണാൻ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ കാണാനൊക്കെ നല്ലതാ. ഇത് നോക്കിയപ്പോ എന്ത് സാധനം ചെറുത് കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കില്ല. ഉടുപ്പൊക്കെ തന്നെ ചെറിയ കുട്ടികളുടെ ഉടുപ്പ്, എത്ര വലിയ ഉടുപ്പിൻ്റെയും ചെറുതിങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ അത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. കുഞ്ഞു മക്കളുടെ കുഞ്ഞിക്കാലം, കുട്ടികളുടെ കുഞ്ഞുകാലമൊക്കെ നമുക്ക് ഓർമ്മ വരും. ഞാൻ കയറി വരുമ്പോൾ കണ്ട ആ പിങ്ക് ഡ്രസ്സ് തന്നെ എടുത്തുട്ടാ, അതന്നെയാണ് എനിക്ക്. പിന്നെ ഉള്ളിൽ പോയപ്പോഴൊന്നും ഇഷ്ടമായില്ല. പിന്നെ പോണതൊക്കെ വൈറ്റ് മിൽക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നിവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ. കുട്ടികളുടെ കളർ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഉണ്ട്, അതുപോലെ തന്നെ കുറേ എക്സിബിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ നല്ല രസമുണ്ടല്ലേ, അവരെ മാഷ ബിയറ, പിന്നെ മുയൽ ഒക്കെ കൂടിയിട്ട് മുയലിൻ്റെ ഡാൻസ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. കുറച്ച് നേരം ഇങ്ങനെ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പാവ അങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. എന്ത് രസമല്ലേ. ഭംഗിയുള്ള പോകും വൈറ്റ് ഇതിൻ്റെ ഉള്ളത് ക്യൂട്ടില്ലേ. അതിനെത്ര? 1 റിയാൽ 100 പൈസ. ഉച്ചക്ക് രസമുണ്ടല്ലേ. എത്ര? 2 റിയാലോ? അങ്ങനത്തെ കുറെ ക്ലിപ്പുണ്ട്. ഇത് ഞാൻ എന്തെന്നറിയോ, ഡ്രസ്സിന് മാച്ചാണ് നിന്റെ.
അല്ല അവിടെ മാക്സില് 50% ആണോന്ന് എനിക്കറിയൂല. 50 വെല്ലാസ് ആണോന്ന്. അപ്പൊ ഈ വള കാണാൻ രസമുണ്ട്. കുട്ടികൾക്കുള്ള നല്ല ബ്യൂട്ടിഫുൾ ബാഗ്. ഇത് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെ ചെരുപ്പിടാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ, പക്ഷെ ഇടാൻ പറ്റില്ല. നമ്മളിപ്പോഴുള്ളവർക്ക് ഈ കാലുവേദന തണ്ടൽ വേദന ഉള്ളവർക്കൊന്നും ഇങ്ങനത്തെ ചെരുപ്പ് സ്യൂട്ടാവില്ല. പക്ഷെ ഇതിൻ്റെ നോക്കി എന്ത് ഭംഗിയാണ്. ഈ ഹൈ ഹീലിൻ്റെ കുറേ ചെരുപ്പുകളുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. കുറേ ഉണ്ട് ഇതില്. കുട്ടികൾക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റാതെയാണെങ്കിൽ ഇത് മേക്കപ്പ് ചെയ്താണ്. ഇത് മസ്കറ്റ് മാളിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയ അവസരമൊക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നമ്മളുടെ അതായത് ഫസ്റ്റ് ഒമാനിൽ വരുന്ന ടൈമിൽ ഇവിടെയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു അത്ഭുത ലോകം പോലെ ആയിരുന്നു. പിന്നെ കണ്ട് നമുക്ക് ആ ഒരു ഇത് പോയി. അന്നൊക്കെ ഭയങ്കര എന്തോ ഒരു സംഭവം പോലെ തോന്നിയിരുന്ന ഒരു സ്ഥലമാട്ടോ. ഇവിടെയും എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈദ് ഷോപ്പിംഗ്. ഏതൊക്കെ കടയിൽ കയറി ഇറങ്ങിയെന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണ് പെരുന്നാളിനെടുത്ത ഔട്ട്ഫിറ്റ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.